ഞാൻ ക്രീപ്പർ മച്ചു, മൈൻക്രാഫ്റ്റിലെ ബ്ലാസ്റ്റർ. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ ഒന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, നമുക്കൊരു വില്ലേജാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സീഡ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് സീഡാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ഗൈസ്, അവിടെ മുകളിലൊരു റൂയിൻ നെതർ പോർട്ടലാണോ ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അടുത്ത് പോയി നോക്കാം. ചെക്ക് ചെയ്യാം ഗൈസ്. യെസ്, അതൊരു റൂയിൻ നെതർ പോർട്ടലാണ്. അപ്പോൾ ഈ സീഡ് ഈസ് ദ ബെസ്റ്റ് സീഡ്. അപ്പോൾ ഇനിയൊരു സീനുമില്ല. അപ്പോൾ ഇവിടെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് നമ്മൾ കാണുന്നുണ്ട്. നോക്കാം. അവിടെ ജസ്റ്റ് എന്തെല്ലാം ഉണ്ടാവാം. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. Oh guys, I am really inspired for this seed. What is this? 6 diamond and 5 obsidian. അപ്പോൾ ഗൈസ്, നമുക്കൊന്ന് റീസ്പോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മളെ ഗോൾ എന്ന് പറഞ്ഞാൽ ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വുഡ് വെട്ടി തന്നെ തുടങ്ങാം. അപ്പോൾ നമുക്ക് അയൺ ആർമറും ഇത് മൈനിങ് ചെയ്യാൻ പോകണമെങ്കിൽ ആദ്യം നമുക്കൊന്ന് സ്റ്റോണേജിലോട്ട് മാറണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വുഡ് നമ്മൾ 4 എടുത്തിട്ടുണ്ട്. ദെൻ ഹിയർ വി ഗോ ഗൈസ്. നെക്സ്റ്റ് നമുക്ക് അവിടുത്തെ സ്റ്റോൺ മൈൻ ചെയ്യണം. അതിനായിട്ട് നമുക്ക് ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാനുള്ള ജസ്റ്റ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് അതിൽ കയറി പോക്ക് ആക്കിയതിന് ശേഷം പ്ലാങ്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ഇത് ജസ്റ്റ് ഇപ്പുറത്തെ സൈഡത്തെ കോബിൾഷൻ നമുക്ക് മൈൻ ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 16-18 വേണ്ടി വരും നമുക്ക്. അപ്പോൾ ഇവിടെ ഗൈസ് കോള് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോള് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് കേവിലോട്ടല്ലേ പോകേണ്ടത്. അപ്പം ഈ വില്ലേജിൽ നമ്മൾ കേവ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ റൂയിൻ നെതർ പോർട്ടിൽ നോക്കിയപ്പം. അപ്പോൾ നമുക്ക് കോബിൾ സ്റ്റോൺ ടൂൾസും എല്ലാതുമായിട്ട് കാണിക്കാം. എനിവേ ഗൈസ്, നമുക്ക് ഫുൾ ടൂൾസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ജസ്റ്റ് കിട്ടിയ 9 ബ്രെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു സ്റ്റാക്ക് ടോർച്ച് ലൈറ്റ് ഉണ്ട്. അപ്പോൾ എനിവേ നമുക്ക് നേരെ കേവിലോട്ട് വിടാം. അപ്പോൾ ഗൈസ് നമുക്കൊരു വലിയൊരു കേവാണ് കിട്ടിയിട്ടുള്ളത്. ഗൈസ്, ദിസ് ഇസ് എ ബിഗ്ഗസ്റ്റ് കേവ്. വാട്ട് ഈസ് ദിസ് കേവ്? ഒരു വലിയൊരു കേവാണ്. കണ്ടിട്ട് തന്നെ പേടിയൊന്നും എന്തെങ്കിലും ഉണ്ടാവാം. ഇത് ടോർച്ചപ്പ് ചെയ്ത് പോകാം. അപ്പോൾ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാണണമെന്നില്ല ഗൈസ്. വലിയൊരു കേവാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ സൈഡ് പോകണ്ട ഗൈസ്. നമുക്ക് സൈഡൊക്കെ ഒന്ന് ടോർച്ചപ്പ് ചെയ്തിട്ട് അതിലൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. നമുക്ക് ആ സൈഡ് പോകണ്ട. നമുക്കിനി ഇപ്രാവശ്യം ഈ സൈഡ് പോകാം. ഇനി എന്ത് ആവശ്യം വരുമ്പോൾ ആ സൈഡ് പോകാം ഗൈസ്. അപ്പോൾ ഇവിടെ ഒന്നുമില്ലേ. ഉള്ളിലോണ്ട് എന്തോ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അടിയിലോട്ട് വലിയൊരു എന്തോ കാണുന്നുണ്ട്, വാട്ടറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് പോയിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ കേവിൽ തന്നെ മൈൻ ചെയ്ത് പോകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് റിസർച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് ഏതാണ്ട് ഇവിടെ നിന്നാണ്ട് മൈൻ ചെയ്ത് പോകാം. അപ്പോൾ ഇത് നിങ്ങൾ റീക്യാപ്പായി കണ്ടോടെ നമ്മൾ കേവ് എത്തുന്ന വരെ. സോ ഗൈസ്, നമുക്കൊരു വലിയൊരു കേവ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു റവീന് പോലെയാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ആണ് തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് സോംബീസ് വരുന്നുണ്ട്. ഇവരൊക്കെ ഒന്ന് തീർത്തിടാം.
നോക്കിയാട്ടെ ഗൈസ്, ഇതിനൊന്നും ചാവണില്ല ഗൈസ്. ചത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിയിലോട്ട് ഇറങ്ങാം. അപ്പോൾ അവിടെ ഗൈസ് ഒരു വില്ലേജർ സോംബി കാണുന്നുണ്ട്. നമ്മളൊന്ന് അറ്റാക്ക് ചെയ്യണില്ലല്ലോ, വെള്ളത്തിൽ കുടുങ്ങി കിടക്കാൻ റോട്ടാണ്. അടിച്ചു നോക്കാം. അപ്പോൾ ഇവനും കൂടി ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഫസ്റ്റ് അയണ് എടുക്കണം. അപ്പോൾ ഗൈസ് നമുക്കത് മൈൻഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മളെ വീട്ടിൽ ഫസ്റ്റ് ടാങ്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ബാക്കി മയം കിട്ടണതൊക്കെ നിങ്ങൾ റീക്യാപ്പായിട്ട് കണ്ടുകൊള്ളി. അപ്പോൾ ഇനി അത് കണ്ടോളി ഗൈസ്. എനിവേ ഗൈസ് നമ്മൾ അയണൊക്കെ മൈൻഡ് ചെയ്ത് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെസ്റ്റും കൂടി ഇവിടെ വെച്ച് ഡബിൾ ചെസ്റ്റ് ആക്കാം. അപ്പോൾ ഗൈസ് ഏകദേശം നമുക്ക് 45ഓളം അയണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൈസിലുള്ള എല്ലാ വാല്യുബിൾസും നമുക്ക് ചെസ്റ്റൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ 45 ആണ് ഗൈസ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മളിന്ന് ഫുൾ ആർമർ ആൻഡ് ഫുൾ ടൂൾസും ആൻഡ് ഒരു 1 ഷീൽഡും ഇത് ഫുൾ നമ്മളാവുന്നതാണ് ഗൈസ്. നമുക്ക് 34 കോള് നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോബിൾ സ്റ്റോൺ കൊണ്ട് 2 ഫർണേസ് ഉണ്ടാക്കാം. അപ്പോൾ 2 ഫർണേസ് ഉണ്ടാക്കിയിട്ട് അത് ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ അയണ് സ്മെൽറ്റ് ചെയ്യാം. ഗൈസ് എന്ത് ഇതിലൊരു 23 ഇതിലൊരു 22 നമ്മൾ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ബാക്കിയുള്ളൊക്കെ റീക്യാപ്പായി കണ്ടോളൂ. അപ്പോൾ ഗൈസ് ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റ്, ലെഗിൻസ്, ബൂട്ട്സ്, ഇപ്പോൾ ഫുൾ ആർമർ ആൻഡ് ഷീൽഡ് ഫുൾ ടൂൾസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വീട്ടിലെ ഗോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.